ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. കണ്ണില്ലാത്ത ക്രൂരത. 23-കാരൻ 5 പേരെ വെട്ടിക്കൊന്നു. പരിക്കേറ്റ മാതാവ് ഗുരുതരാവസ്ഥയിൽ. അധികാര വികേന്ദ്രീകരണവും തദ്ദേശ ഭരണവും സെമിനാർ സമാപിച്ചു. കണ്ണൂർ വിവരസഞ്ചയിക 2024 വിപ്ലവകരമായ മാറ്റത്തിനുള്ള ചുവടുവയ്പ്. മന്ത്രി MB രാജേഷ്. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന് കണ്ണൂർ SN കോളേജിൽ തിരിതെളിഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ യുവാവ് 5 പേരെ വെട്ടിക്കൊന്നു. സ്വന്തം കുടുംബാംഗങ്ങളെ ഉൾപ്പെടെയാണ് യുവാവ് വെട്ടിക്കൊന്നത്. പേരുമല സ്വദേശി അഫാനാണ് ക്രൂരകൃത്യം ചെയ്തത്. പ്രതിയുടെ മാതാവ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ. പ്രതിയുടെ സുഹൃത്തായ പെൺകുട്ടി ഫസാന, പ്രതിയുടെ സഹോദരൻ വെഞ്ഞാറമൂട് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഫ്സാൻ, പ്രതിയുടെ ബന്ധുക്കളായ SN പുരം ചുള്ളാളത്തിൽ താമസിക്കുന്ന ലത്തീഫ്, ഷാഹിദ, പ്രതിയുടെ വാപ്പുമ്മ, 88 വയസ്സുള്ള സൽമ ബീവി എന്നിവരെയാണ് യുവാവ് വെട്ടിക്കൊലപ്പെടുത്തിയത്. താൻ 6 പേരെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞെത്തിയ പ്രതി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. കുടുംബാംഗങ്ങളെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം പ്രതി വീട്ടിലെ ഗ്യാസും തുറന്നുവിട്ടിരുന്നു. കൊലപാതകത്തിനുള്ള പ്രേരണ എന്താണെന്ന് വ്യക്തമല്ല. പ്രതിയുടെ മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. 3 വീടുകളിലായി 6 പേരെയാണ് യുവാവ് വെട്ടിയത്. സംഭവമറിഞ്ഞെത്തിയ പ്രദേശവാസികൾ സ്ഥലത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്. ക്രൂരതയറിഞ്ഞ് വിറങ്ങലിച്ചിരിക്കുകയാണ് നാട്. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന് തോട്ടട SN കോളേജിൽ തിരിതെളിഞ്ഞു. പ്രശസ്ത എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ സ്റ്റേജ് തല മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. യുവജനോത്സവങ്ങൾ അക്രമങ്ങൾക്കുള്ള വേദിയാവരുതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ KK സാജു മുഖ്യാതിഥിയായി. ചടങ്ങിൽ രജിസ്ട്രാർ ഡോക്ടർ ജോബി K ജോസ്, സിൻഡിക്കേറ്റ് മെമ്പർമാരായ ഡോക്ടർ KT ചന്ദ്രമോഹൻ, ഡോക്ടർ A അശോക്, വൈഷ്ണവ് മഹേന്ദ്രൻ, N സുകന്യ, DSSC ഇൻചാർജ് ഡോക്ടർ അനൂപ്, SN കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CP സതീഷ്, അഖില TP, ആര്യ രാജീവൻ, പ്രവിഷ പ്രമോദ് എന്നിവർ പങ്കെടുത്തു. ആദ്യ ദിവസം 14 വേദികളിലാണ് മത്സരങ്ങൾ നടന്നത്. 28 വരെയുള്ള 5 ദിവസങ്ങളിലായി 8000-ലധികം മത്സരാർത്ഥികൾ വിവിധ വേദികളിൽ മാറ്റുരയ്ക്കും. ആദ്യ ദിനത്തിലെ മത്സരം ഫലം വന്നപ്പോൾ 20 പോയിന്റോടെ തോട്ടട SN കോളേജ് 1ാം സ്ഥാനത്തും 16 പോയിന്റോടെ ഗവൺമെന്റ് കോളേജ് കാസർഗോഡ് 2ാം സ്ഥാനത്തും സ്ഥിതി ചെയ്യുന്നു. 12 പോയിന്റോടെ മാങ്ങാട്ടുപറമ്പ യൂണിവേഴ്സിറ്റി ക്യാമ്പസാണ് 3ാമത്. മെഹന്തി ഡിസൈൻ മത്സരത്തിൽ 1ാം സ്ഥാനം കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ PU ശുഹദ കരസ്ഥമാക്കി. ഇംഗ്ലീഷ് കവിതാലാപന മത്സരത്തിൽ 1ാം സ്ഥാനം തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിലെ സിയാസിനോസ് കരസ്ഥമാക്കി. കന്നഡ കവിതാലാപന മത്സരത്തിൽ 1ാം സ്ഥാനം നീലേശ്വരം ഡോക്ടർ PK രാജൻ മെമ്മോറിയൽ ക്യാമ്പസിലെ യശ്വിത UB കരസ്ഥമാക്കി. കവിതാലാപനം സംസ്കൃത മത്സരത്തിൽ 1ാം സ്ഥാനം കൃഷ്ണനുണ്ണി CS മാങ്ങാട്ടുപറമ്പ ക്യാമ്പസ്. പൂക്കളം മത്സരത്തിൽ 1ാം സ്ഥാനം വിറാസ് വിളയൻകോടിലെ ഇഷ്ര M, മിർഷ അലി, അഭിരാമി VP എന്നിവർ കരസ്ഥമാക്കി. കവിതാലാപനം ഹിന്ദി മത്സരത്തിൽ 1ാം സ്ഥാനം ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലെ ദേവപ്രിയ രതീഷ് കരസ്ഥമാക്കി. പ്രസംഗം കന്നഡ മത്സരത്തിൽ 1ാം സ്ഥാനം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉദുമയിലെ നവ്യ ജിക്ക് ലഭിച്ചു. ചെറുതാഴം പഞ്ചായത്തിലെ നവീകരിച്ച കുളപ്പുറം കമ്പനി പലയാട് അംബേദ്കർ മെഡിക്കൽ കോളേജ് റോഡ് ഉദ്ഘാടനം മത്സ്യബന്ധന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായി നിർവഹിച്ചു. M വിജിൻ MLA അധ്യക്ഷനായി. കുളപ്പുറത്ത് നടന്ന പരിപാടിയിൽ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ E ലിംഡ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 1567 മീറ്റർ നീളമുള്ള റോഡിന്റെ നവീകരണ പ്രവൃത്തിക്ക് 70 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത്. വിളയാങ്കോട് നാഷണൽ ഹൈവേയിൽ നിന്ന് ആരംഭിച്ച് 800 മീറ്റർ നീളത്തിൽ 4.50 മീറ്റർ വീതിയിൽ മെക്കാഡം ടാറിങ്ങും ബാക്കി 767 മീറ്റർ നീളത്തിൽ 3.10 മീറ്റർ വീതിയിൽ സാധാരണ ടാറിങ്ങുമാണ് ചെയ്തിരിക്കുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കിയത്. ചെറുതാഴം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ, അംഗങ്ങളായ TV കമല, KV ബിന്ദു, TV കുഞ്ഞിക്കണ്ണൻ, A മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. AKG പഠന ഗവേഷണ കേന്ദ്രവും പാട്യം പഠന കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച 5ാം അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന്റെ ഭാഗമായുള്ള അധികാര വികേന്ദ്രീകരണവും തദ്ദേശ ഭരണവും എന്ന സെമിനാർ കണ്ണൂരിൽ സമാപിച്ചു. കേരളത്തിലെ മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിമാരുടെ സമ്മേളനം മുൻ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രി മണിശങ്കർ അയ്യർ ഉദ്ഘാടനം ചെയ്തു. MV ഗോവിന്ദൻ മാസ്റ്റർ അധ്യക്ഷനായി. മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് മുൻ മന്ത്രിമാരെ ആദരിച്ചുകൊണ്ട് സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്, മുൻ മന്ത്രിമാരായ AC മൊയ്തീൻ, KT ജലീൽ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ MV ജയരാജൻ സ്വാഗതവും സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ഡോക്ടർ KN ഹരിലാൽ നന്ദിയും പറഞ്ഞു.
തുടർന്ന് നടന്ന ദേശീയ സെമിനാർ ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സംവിധാനത്തെക്കുറിച്ചും ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു. മുൻ കേന്ദ്ര ഗ്രാമ വികസന വകുപ്പ് സെക്രട്ടറി ഡോക്ടർ മീനാക്ഷി സുന്ദരം, ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റി പ്രൊഫസർ പളനി ദുരൈ, മുൻ കേരള ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ്, മുൻ കേന്ദ്ര പഞ്ചായത്ത് രാജ് സെക്രട്ടറി സുനിൽ കുമാർ, പശ്ചിമ ബംഗാൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ റോയ് MN, ഷിംല മുൻ ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ടിക്കേന്ദർ സിംഗ് പൻവർ, ന്യൂഡൽഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഡയറക്ടർ ഡാന ജോർജ് മാത്യു, കേരള ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ഡോക്ടർ KN ഹരിലാൽ, ആസൂത്രണ ബോർഡ് അംഗങ്ങളായ ഡോക്ടർ PK ജമീല, മിനി സുകുമാരൻ, ഡോക്ടർ ജിജു P അലക്സ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സർക്കാരുകൾ എന്ന ത്രിതല ഭരണ സംവിധാനം, ഇന്ത്യൻ ഫെഡറൽ വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളികൾ, ധനകാര്യ കമ്മീഷനുകൾ ഇടപെടേണ്ട മേഖലകൾ എന്നിവ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ചു. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ അധ്യക്ഷന്മാർ, ഈ മേഖലയിലെ വിഷയ വിദഗ്ധർ, വിദ്യാർത്ഥികൾ, ഗവേഷകർ, മറ്റ് പ്രതിനിധികൾ തുടങ്ങി 1200ഓളം പേർ പങ്കെടുത്തു. കൂടാളി പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയം കർഷകവേദിയുടെ ആഭിമുഖ്യത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. ജൈവകൃഷി എന്തിന്, എങ്ങനെ എന്ന വിഷയത്തിൽ G രാധാകൃഷ്ണൻ ക്ലാസ് എടുത്തു. കർഷകവേദി ചെയർമാൻ PK വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. പ്രസന്നകുമാർ VC, ഷൈജു K, ബൈജു CH, പ്രതാപചന്ദ്രൻ KC, കുട്ടികൃഷ്ണൻ PV, ബാലകൃഷ്ണൻ P എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. വായനശാല സെക്രട്ടറി P കരുണാകരൻ സ്വാഗതവും കർഷകവേദി കൺവീനർ MK സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ മാർച്ച് 17 നടക്കുന്ന കേന്ദ്ര സർക്കാർ ഓഫീസ് മാർച്ചും ധർണയും വിജയിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ജില്ലയിൽ 11 കേന്ദ്രങ്ങളിൽ ബഹുജന മാർച്ച് സംഘടിപ്പിക്കും. കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധത സർവ്വസീമകളും ലംഘിച്ചിരിക്കുകയാണ്. ഒടുവിൽ അവതരിപ്പിച്ച യൂണിയൻ ബജറ്റ് ഏറ്റവും വലിയ ഉദാഹരണമാണ്. കേരളം എന്ന സംസ്ഥാനം രാജ്യത്തുണ്ടെന്നു പോലും ബജറ്റിൽ പരിഗണിക്കുന്നില്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവരണമെന്ന് ജില്ലയിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും യോഗം അഭ്യർത്ഥിച്ചു. ആറളം ഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വൃദ്ധ ദമ്പതികളായ വെള്ളി, ലീല എന്നിവരുടെ വേർപാടിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി. യോഗത്തിൽ വെള്ളോറ രാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി തീരുമാനങ്ങൾ ജില്ലാ കൺവീനർ N ചന്ദ്രൻ റിപ്പോർട്ട് ചെയ്തു. VS ജോസഫ്, MP മുരളി, K മനോജ്, ബാബുരാജ് ഉളിക്കൽ, KK ജയപ്രകാശ്, M ഉണ്ണികൃഷ്ണൻ, VK ഗിരിജൻ, സുഭാഷ് അയ്യോത്ത്, ഹമീദ് ചെങ്ങളായി, മുഹമ്മദ് റാഫി, ഇക്ബാൽ പോപ്പുലർ, KC ജേക്കബ് മാസ്റ്റർ, അനന്തൻ PP, KP അനിൽകുമാർ, ജോജി ആനത്തോട്ടം, ഷാജി ജോസഫ്, C വത്സൻ, SMK മുഹമ്മദ് അലി, ബേബി സുരേഷ്, രതീഷ് ചിറക്കൽ എന്നിവർ സംസാരിച്ചു. CPIM നേതൃത്വത്തിൽ നാളെ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കും. പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് പ്രഖ്യാപിച്ചു. പെരളശ്ശേരി ശുചിത്വത്തിന്റെ അനുകരണീയമായ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം കാണുന്നിടത്ത് വലിച്ചെറിയുന്നത് ശരിയായ രീതിയല്ലെന്നും ശുചിത്വത്തിനായുള്ള ഇടപെടൽ സാംസ്കാരിക പ്രവർത്തനം കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളെ അണിനിരത്തി മാത്രമേ ഇത്തരം മാതൃകകൾ സാധ്യമാകൂ. 89% വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേന ഇപ്പോൾ മാലിന്യം ശേഖരിക്കുന്നുണ്ട്. മാർച്ച് മാസത്തോടെ ഇത് 100% മന്ത്രി പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ഷീബ അധ്യക്ഷയായി. ശുചിത്വത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ മനോഭാവത്തിൽ തന്നെ മാറ്റം വന്നുവെന്നും 18 വാർഡുകളിലും ഖരമാലിന്യ സംസ്കരണം 100% നടത്താൻ സാധിക്കുന്നുവെന്നും അവർ പറഞ്ഞു. ഹരിത വിദ്യാലയം, ഹരിത കലാലയം, ഹരിത ടൗൺ, ഹരിത പൊതുയിടം, ഹരിത ടൂറിസം പ്രഖ്യാപനങ്ങൾ എന്നിവ പഞ്ചായത്ത് ഇതിനോടകം പൂർത്തീകരിച്ചു. 18 വാർഡുകളിലും ശുചിത്വ പ്രഖ്യാപനവും നടന്നു. 6 ടൗണുകളിലെയും മാലിന്യമുക്തമായി ഇതിനോടകം പ്രഖ്യാപിച്ചു. മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് DPR തയ്യാറാക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ കർമ്മപദ്ധതി തയ്യാറാക്കി ഘട്ടം ഘട്ടമായി നടപ്പാക്കുകയുമായിരുന്നു. വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങിയ എല്ലാ പരിപാടികളിലും ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും പൂർണ്ണമായും ഹരിത പെരുമാറ്റച്ചട്ടം നിർബന്ധമാക്കി. മുഖ്യമന്ത്രിയുടെ ശുചിത്വ സന്ദേശം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ഷീബ വായിച്ചു. ശുചിത്വ പ്രവർത്തകരെ നവകേരള മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ TP സുധാകരൻ ആദരിച്ചു. ശുചിത്വ ഗ്രേഡിംഗിൽ ഉയർന്ന സ്കോർ നേടിയ സ്കൂളുകളെ മുൻ MLA KK നാരായണൻ ആദരിച്ചു. വനമിത്ര പുരസ്കാരം നേടിയ PV ദാസനെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ KV ബിജു ആദരിച്ചു. റോൾ പ്ലേ ദേശീയ മത്സര വിജയികളെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചന്ദ്രൻ കല്ലാട്ട് ആദരിച്ചു. ഹരിത കർമ്മസേനയ്ക്കുള്ള ആദരവും യൂണിഫോം വിതരണവും ഹരിത കേരള മിഷൻ സ്റ്റേറ്റ് അസിസ്റ്റന്റ് കോർഡിനേറ്റർ SU സഞ്ജീവ് നിർവഹിച്ചു. പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിൻഡി ലക്ഷ്മൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ബാലഗോപാലൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സുഗതൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N ബീന, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A ശൈലജ,
ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രശാന്ത്, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സി സഞ്ജന, കെ വി ജയരാജൻ, ഇന്റേണൽ വിജിലൻസ് ഓഫീസർ പി ബാലൻ, CDS ചെയർപേഴ്സൺ സി കെ സൗമിനി, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ പത്മനാഭൻ, MK മുരളി, KO സുരേന്ദ്രൻ, M മഹീന്ദ്രൻ, MK മനോഹരൻ, PK ബാലകൃഷ്ണ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. തീരദേശ റോഡുകളുടെ നിലവാരമുയർത്തൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ധർമ്മടം നിയോജക മണ്ഡലത്തിൽ പൂർത്തീകരിച്ച 4 റോഡുകളുടെ ഉദ്ഘാടനം രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. ജനങ്ങൾ സമ്പൂർണ്ണ മനസ്സോടുകൂടെ നിന്നാൽ മാത്രമേ ഏതൊരു വികസന പദ്ധതിയും വിജയത്തിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മന്ത്രി പറഞ്ഞു. ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK രവി അധ്യക്ഷനായി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K അബ്ദുൾ ജബ്ബാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് ധർമ്മടം, പിണറായി ഗ്രാമപഞ്ചായത്തുകളിലായുള്ള റോഡുകളുടെ നിർമ്മാണം നടത്തിയത്. ധർമ്മടം പഞ്ചായത്തിൽ പാലയാട് തീപ്പെട്ടി കമ്പനി റോഡിന് 17.40 ലക്ഷം രൂപ, ഐസ് ഫാക്ടറി വിളക്കത്തവൽ റോഡിന് 25.80 ലക്ഷം രൂപ, പിണറായി ഗ്രാമപഞ്ചായത്തിൽ ബാലേരി വീട് കോളാട് പാലം റോഡിന് 52.4 ലക്ഷം രൂപ, അണ്ടലൂർ കടവ് AKG റോഡിന് 37.25 ലക്ഷം രൂപ എന്നിങ്ങനെ 132.85 ലക്ഷം രൂപയാണ് ആകെ വകയിരുത്തിയത്. സംസ്ഥാനത്ത് 11 ജില്ലകളിലെ 41 നിയോജക മണ്ഡലങ്ങളിലായി നിർമ്മാണം പൂർത്തീകരിച്ച 90 തീരദേശ റോഡുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മത്സ്യബന്ധന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചിരുന്നു. പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ PM സജിത, റോജ, ധർമ്മടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഷീജ, പഞ്ചായത്ത് അംഗം V പ്രീജ, രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ലാതല ശില്പശാല നാളെ. ഹരിത കേരള മിഷന്റെ പച്ചത്തുരുത്ത് പദ്ധതിയുടെ ജില്ലാതല ശില്പശാല ഫെബ്രുവരി 25 എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കും. വനംവകുപ്പിന്റെ ഉത്തരമേഖല CCF KS ദീപ ഉദ്ഘാടനം ചെയ്തു. ഹരിത കേരളം സംസ്ഥാന മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ TP സുധാകരൻ, SU സഞ്ജീവ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ TJ അരുൺ, ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ, തൊഴിലുറപ്പ് പദ്ധതി ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ജെയ്സൺ മാത്യു എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകും. പരിസ്ഥിതി സംഘടനകൾ, കോളേജുകളിലെ നാഷണൽ സർവീസ് സ്കീം പ്രതിനിധികൾ, വ്യത്യസ്ത രീതിയിൽ തോട്ടങ്ങൾ ഉണ്ടാക്കി മാതൃകകൾ സൃഷ്ടിച്ചവർ, തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. സർക്കാർ ഭൂമി, സ്വകാര്യ ഭൂമി, വിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിയാണ് പച്ചത്തുരുത്ത്. ജില്ലയിൽ നിലവിൽ 233 പച്ചത്തുരുത്തുകൾ നട്ടുവളർത്തിയിട്ടുണ്ട്. ഫ്യൂച്ചർ സ്കൂൾ വിദ്യാഭ്യാസം പതിപ്പ് പ്രകാശനം ചെയ്തു. തളിപ്പറമ്പിന്റെ വിദ്യാഭ്യാസ മേഖലയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുകയെന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി തയ്യാറാക്കിയ വിദ്യാഭ്യാസ പതിപ്പ് ഫ്യൂച്ചർ സ്കൂൾ പ്രകാശനം ചെയ്തു. MV ഗോവിന്ദൻ മാസ്റ്റർ MLA കണ്ണൂർ RDDR രാജേഷ് കുമാറിന് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളുടെയും തനത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മണ്ഡലത്തിലെ ആകെ പ്രവർത്തനങ്ങൾ പതിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ വിദ്യാലയവും തയ്യാറാക്കിയ പതിപ്പുകൾ മുഴുവൻ കുട്ടികൾക്കും ലഭ്യമാക്കും. മൊറാഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM കൃഷ്ണൻ അധ്യക്ഷനായി. ആന്തൂർ നഗരസഭാ കൗൺസിലർ CP മുഹാസ്, മുൻ അധ്യക്ഷ PK ശ്യാമള, DOK മനോജ്, ഹയർ സെക്കൻഡറി കോഓർഡിനേറ്റർ MK അനൂപ് കുമാർ, വിദ്യാഭ്യാസ പതിപ്പ് കൺവീനർ KC സുനിൽ, സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി മണ്ഡലം കോർഡിനേറ്റർ Dr. KP രാജേഷ്, മൊറായ GHSS പ്രിൻസിപ്പൽ ഷാജർ തോമസ്, HMVB ചന്ദ്രശേഖർ, PTA പ്രസിഡന്റ് KM ബാലകൃഷ്ണൻ, PO മുരളീധരൻ, OC പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ തദ്ദേശ ഭരണ നിർവഹണത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന നൂതന കാൽവെപ്പാണ് വിവരസഞ്ചയിക 2024 എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ആസൂത്രണ സമിതി, സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയ കണ്ണൂർ വിവരസഞ്ചയിക 2024 പഞ്ചായത്ത് തല റിപ്പോർട്ടുകളുടെ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സൃഷ്ടിച്ച ഈ മാതൃക കേരളത്തിലെ എല്ലാ ജില്ലകൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും മാതൃകയായി എടുത്ത് നടപ്പാക്കാം. അതിനാവശ്യമായ എല്ലാ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ബൃഹത്തായ വിവരസഞ്ചയിക വളരെ അമൂല്യമാണ്. ഇന്നത്തെ ലോക സ്വർണ്ണഖനി എന്ന് പറയുന്നത് ഡാറ്റയാണ്. ഡാറ്റയുടെ വിശകലനമാണ് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് സഹായകരമാകുന്നത്. ഏത് പദ്ധതികളും ആസൂത്രിതമായും കാര്യക്ഷമമായും നടപ്പാക്കാൻ ശാസ്ത്രീയമായ വിവരങ്ങൾ ലഭ്യമാക്കണം. ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉതകും വിധം കൃത്യവും കാലികവുമായ സ്ഥിതി വിവരക്കണക്കുകൾ യാഥാർത്ഥ്യമാവുന്നതിനു വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ് കണ്ണൂർ വിവരസഞ്ചയിക. പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ
46 ഗ്രാമപഞ്ചായത്തുകളിൽ സമഗ്ര സാമൂഹ്യ സാമ്പത്തിക സ്ഥലപര സർവേ നടന്നു. പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേന നടത്തിയ വിവര ക്രോഡീകരിച്ച് റിപ്പോർട്ട് രൂപത്തിൽ വിവരസഞ്ചീകരണ പോർട്ടലിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. മികച്ച രീതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച ഗ്രാമപഞ്ചായത്തുകളായി കടന്നപ്പള്ളി, കണ്ണപുരം, കുറ്റിയാട്ടൂർ, ചെറുപുഴ പഞ്ചായത്തുകളെ തിരഞ്ഞെടുത്തു. പഞ്ചായത്ത് പ്രതിനിധികൾ മന്ത്രിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി സരള അധ്യക്ഷയായി. സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പ് ഡയറക്ടർ ബി ശ്രീകുമാർ വിവരസഞ്ചീകരണ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ വി ശ്രീജിനി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു പി ശോഭ, ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വക്കത്താനം, ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ഗംഗാധരൻ മാസ്റ്റർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ, സാമ്പത്തിക സ്ഥിതി വിവരണ കണക്ക് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഇ വി പ്രേമരച്ചൻ, റിസർച്ച് ഓഫീസർ സി എം സുധീഷ് കുമാർ, ടൈനി സൂസൻ തുടങ്ങിയവർ സംസാരിച്ചു. വൃത്തി 2025 നാഷണൽ കോൺക്ലേവ് ലോഗോ വെബ്സൈറ്റ് ബ്രോഷർ പ്രകാശനം. മാലിന്യ സംസ്കരണ രംഗത്തെ മികച്ച മാതൃകകളും പുതിയ സാങ്കേതിക വിദ്യകളും ദേശീയ അന്തർദേശീയ തലങ്ങളിലെ പുതുസംരംഭങ്ങളും ആശയങ്ങളും പങ്കുവയ്ക്കുന്നതായി സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന വൃത്തി 2025 നാഷണൽ കോൺക്ലേവിന്റെ ലോഗോ, വെബ്സൈറ്റ്, ബ്രോഷർ എന്നിവയുടെ പ്രകാശനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതി അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ വലിയ പുരോഗതി മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. പൊതുസ്ഥലങ്ങളിലെ ശുചിത്വത്തിനാണ് ഇനി അടിയന്തര ശ്രദ്ധ കൊടുക്കേണ്ടത്. വലിച്ചെറിയൽ നിയന്ത്രിച്ചാൽ മാത്രമേ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യം പൂർണ്ണമായും കൈവരിക്കാനാകൂ. മാലിന്യ മുക്ത നവകേരള ക്യാമ്പയിനിലൂടെ കേരളം സൃഷ്ടിച്ച തനതായ മാതൃകകളെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനുള്ള വേദിയാകും വൃത്തി 2025 എന്നും മന്ത്രി പറഞ്ഞു. ഏപ്രിൽ 9 മുതൽ 13 വരെ തിരുവനന്തപുരത്താണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ഇതോടനുബന്ധിച്ച് വാർഡ് തലം മുതൽ സംസ്ഥാന തലം വരെ ശുചിത്വ സംഗമങ്ങളും വിവിധ മത്സരങ്ങളും മറ്റു പരിപാടികളും നടത്തുന്നുണ്ട്. മാലിന്യ സംസ്കരണ രംഗത്തെ നേട്ടങ്ങളെ സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കുക, ശുചിത്വ മാലിന്യ സംസ്കരണ രംഗങ്ങളിലെ പുതിയ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുക, ശരിയായ ശുചിത്വ മാലിന്യ സംസ്കരണ രീതികൾ ജനങ്ങളുടെ ജീവിതശൈലിയും സാംസ്കാരികമാക്കി മാറ്റുന്നതിനുള്ള അവബോധം സൃഷ്ടിക്കുക, മാലിന്യ സംരംഭങ്ങളുടെ സർക്കുലർ ഇക്കോണമിയെ ശക്തിപ്പെടുത്തുക എന്നിവയാണ് കോൺക്ലേവിന്റെ പൊതുലക്ഷ്യങ്ങൾ. PWD റെസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ യു വി ജോസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ എം കെ സുനിൽ, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ECGയിൽ വ്യതിയാനം. PC ജോർജിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. മതവിദ്വേഷ പരാമർശത്തിൽ റിമാൻഡിലായ PC ജോർജിനെ കോട്ടയം മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ചെയ്തു. പരിശോധനയിൽ ECGയിൽ വ്യതിയാനം കണ്ടെത്തിയതിനെ തുടർന്നാണ് അഡ്മിറ്റ് ചെയ്തത്. കാർഡിയോളജി വിഭാഗത്തിലെ ICUവിലേക്കാണ് മാറ്റിയത്. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ 14 ദിവസത്തേക്കാണ് മതവിദ്വേഷ പരാമർശ കേസിൽ PC ജോർജിനെ റിമാൻഡ് ചെയ്തത്. ജോർജിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയാണ് കോടതി ഉത്തരവ്. PC ജോർജിൻ്റെ ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേട്ടിരുന്നു. നേരത്തെ ജോർജിനെ വൈകിട്ട് 6 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. കേസിൽ ഇന്ന് രാവിലെയാണ് ജോർജ് കോടതിയിൽ കീഴടങ്ങിയത്. ഇന്ന് കീഴടങ്ങാമെന്ന് കാണിച്ച് ജോർജ് കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ട പോലീസിന് കത്ത് നൽകിയിരുന്നു. PC ജോർജിനെ വീട്ടിലെത്തിയ ശേഷം അവിടെ നിന്നും പ്രകടനമായി സ്റ്റേഷനിലേക്ക് പോകാനായിരുന്നു BJP തീരുമാനം. എന്നാൽ പ്രകടനത്തിന് പോലീസ് അനുമതി നൽകിയില്ല. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസിനെ ഈരാറ്റുപേട്ടയിൽ വിന്യസിച്ചിരുന്നു. ജനുവരി 5 നടന്ന ചാനൽ ചർച്ചയിലാണ് PC ജോർജ് വിദ്വേഷ പരാമർശം നടത്തിയത്. കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയിരുന്നു.